ഹായ്, എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ കേട്ടോ. ഇന്ന് ഞാൻ ക്രിസ്മസിൻ്റെ സ്പെഷ്യലൊന്നും അല്ലെങ്കിലും എൻ്റെ ഒരു ലഞ്ച് ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങിയിരിക്കും. ഞാൻ കാണിക്കട്ടെ. നമുക്ക് ഇന്ന് ആദ്യം ഞാൻ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. എരിശ്ശേരി ഉണ്ടാക്കണം. ഒരു കൂമ്പ്, എന്താ നിങ്ങൾ പറയുക, വാഴപ്പിണ്ടിന്നോ എന്താ പറയുന്നത് എനിക്കറിയില്ല, അതിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അത് ഫ്രൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇന്നലത്തെ പച്ചടി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിന്നെ തൈരൊക്കെ ഉണ്ട്, മതി എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ മത്തനും ഒരു കഷ്ണം ഇളവനും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ പീസ് മീനാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അത് വെള്ളത്തിലിട്ട് നല്ലോണം അത് സ്വതവേ അവർ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട, അവരെ ക്ലീൻ ചെയ്യൽ നമുക്ക് മതിയാവത്തില്ലല്ലോ. അപ്പം നമ്മളൊന്നുകൂടി ഞാനൊന്ന് വിനാഗിരിയൊക്കെ ഇടും. കാരണം ഇതൊരു പുഴമീനാണ്. ഇവർ പറയുന്നത് പുഴയിലുള്ള ആവൂലി എന്നാണ് പറയുന്നത്. ആവൂലിയുടെ ടേസ്റ്റ് അല്ലെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. കുഴപ്പമില്ല, നല്ല മീനാണ് കേട്ടോ. വറക്കാൻ നല്ലതാണ്, കറി വെക്കാനൊന്നും കൊള്ളത്തില്ല, വറക്കാൻ നല്ല മീനാണ്. അങ്ങനെ അത് വിനാഗിരിയൊക്കെ ഇട്ട് ഞാനൊന്ന് കഴുകി നല്ല ക്ലീൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ അധികം വലിയ പീസൊന്നും ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് ചെറിയ പീസാക്കി മാറ്റിയാണേ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിന് ഉപ്പും മുളകൊക്കെ പെരക്കണം. അതിന് മുന്നേ ഞാനിത് കൂമ്പ് എന്നാണേ നമ്മൾ പറയുക. നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം അതിൻ്റെ കുറേ ഭാഗങ്ങൾ മാറ്റിയിട്ട് അടിയിലുള്ളത് മാത്രമാണ് വറുക്കുക. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ മീൻകുട്ടനെ കണ്ടോ, മീൻകുട്ടൻ വളരെ ഉഷാറായിട്ടിരിക്കുകയാണ് കേട്ടോ. വളരെ നല്ല കളിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ. അവനെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. നല്ലൊരു കുട്ടപ്പനാണ്, കാണാനും നല്ല സുന്ദരക്കുട്ടനാണ്. അപ്പോൾ എൻ്റെ പൂച്ചയെ നിങ്ങൾ രാവിലെ കണ്ടിട്ടില്ലേ, അവൻ ഉറങ്ങുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവൻ ഈ വഴിയൊന്നും കാണാത്തത്. അപ്പോൾ കൂമ്പ് ഇത് നല്ല ചെറുങ്ങനെ, എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യുമോ അത്രയും ചെറുതായി കട്ട് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. വലുതായി കട്ട് ചെയ്താൽ അതത്ര ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. ഇത് വെളിച്ചെണ്ണ ഞാൻ കുക്കറിൻ്റെ മേലെ വെച്ച് ഉരുക്കിയെടുത്തതാണ്. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾ, കുറച്ച് കുരുമുളക് പൊടി ഇടും. കാരണം ഈ പുഴമീനല്ലേ, അതിനൊരു ചെറിയൊരു സ്മെല്ലിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ട് ഞാനത് കുറച്ച് കുരുമുളക് ഇടും. അതും കൂടി ഇട്ട് അത്രയും ചെയ്യത്തില്ല, കുറച്ച് മാത്രം എടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചു. കാരണം ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ വറുക്കാലോ. ഇവർക്ക് ഈ തണുത്തതൊന്നും ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഒന്നാമത്തേൽ തണുത്തത് തീരെ താല്പര്യമല്ല. അതുകൊണ്ട് ഞാൻ വിരിച്ച് ചൂടോടെ വറുക്കാലോ. അപ്പോൾ 3-4 പീസ് മാത്രം എടുത്ത് വറുത്തു. അങ്ങനെ നമ്മളെ കൂമ്പ് നല്ല കട്ട് ചെയ്തു. അതിൽ ഉള്ളിയും, ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങ, പിന്നെ മുളക്, മഞ്ഞൾ, ഉപ്പ് ഇതും ഇട്ടിട്ട് ഒരു തോരൻ വെക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റാണിത്. വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടില്ല, ഇടുന്നവർക്ക് ഇടാം കേട്ടോ. അപ്പം അങ്ങനെ അത് തോരൻ വെക്കണം. പിന്നെ അടുത്ത പണി എൻ്റെത് എരിശ്ശേരി കരക്കണം. പിന്നെ ഇത്രയേ പണിയുള്ളൂ. ഇന്ന് പണി കുറവാണ്. പിന്നെ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ട് ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഞാൻ കൂമ്പ് നല്ലോണം ഞെരടി എടുക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് വരും, സോഫ്റ്റ് ആവും നല്ലോണം. എല്ലാ സാധനങ്ങളും അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒറ്റൊരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അതും കൂടി ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച്, ചീനച്ചട്ടിയല്ല ഒരു ഫ്രൈങ് പാൻ വെച്ചു. അതെന്താ ചീനച്ചട്ടിയിൽ അപ്പം ചൂടുന്നത് അത് ഇനിയിപ്പോൾ കുട്ടികൾ എണീറ്റിട്ട് വേണം ബാക്കി ചൂടാൻ, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പിന്നെ എരിശ്ശേരി നമുക്ക് വറുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് തേങ്ങയും വറുക്കും, കുറച്ച് ഡ്രൈ ഇതില്ലേ നമ്മളെ ഉണക്കമുളക്, അതും കൂടി ഒന്നിടും. അതങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ കൂമ്പ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അത് വറുക്കുന്നുണ്ട്. അതൊക്കെ 5 മിനിറ്റ് കൊണ്ടാവും. ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്നാലേ അത് കുറച്ചധികമായിരിക്കും. അപ്പോൾ പിന്നെ അടുത്തത് ഇത് ആയിക്കഴിഞ്ഞു. ഇനി പരിപ്പായി. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ബാൽക്കണി ഗാർഡനിൽ കുറച്ച് ഒരു തക്കാളി, 2 വഴുതിനങ്ങയൊക്കെ ഉണ്ട്. അതൊക്കെ പറിച്ചെടുക്കണം പോവാൻ. അത് പറിച്ചെടുക്കാൻ പോകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായി, പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല. വീഡിയോ എന്തോ പറ്റി, വീഡിയോ കിട്ടിയില്ല. ഇതാണ്.